പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അതിങ്ങനെ വായിക്കുന്നു: എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥനാകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രവാചകന്മാരെ കുറിച്ചും അവരുടെ ശുശ്രൂഷകളെ കുറിച്ചും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിപ്പാൻ ദൈവം സഹായിച്ചു. പ്രവാചകന്മാർ ദൈവത്തിനും മനുഷ്യനും മധ്യേ നിൽക്കുന്ന മധ്യസ്ഥനാണ്. ദൈവത്തിന്റെ ആലോചന തന്റെ ജനങ്ങൾക്കുള്ളത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും അത് തന്റെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവാചകന്മാർക്ക്. അതുകൊണ്ട് ജനമൊക്കെയും പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരെ വിശ്വസിക്കുകയും അവരെ അനുസരിക്കുകയും അവരെ കീഴ്പ്പെടുകയും അവരുടേതായിരിക്കുന്ന വാക്കുകൾക്ക് ശ്രദ്ധയോടുകൂടെ അവരുടെ മനസ്സിനെയും ചിന്തകളെയും അവരുടെ ജീവിതത്തെയും സമർപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. കടന്നു വരുന്ന പ്രവാചകന്റെ യോഗ്യതയല്ല, കടന്നു വരുന്ന പ്രവാചകന്റെ വിദ്യാഭ്യാസമല്ല, ആ വ്യക്തി എന്താണോ ആലോചന പറയുന്നത് അതിനായിരുന്നു പഴയ നിയമ കാലഘട്ടങ്ങളിൽ അതിപ്രാധാന്യത ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയമാണ് ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ ചില വാക്കുകൾ. യഹോശഫാത്ത് യഹൂദ രാജാവാണ്. തന്റെ അരമനയിൽ സമാധാനത്തോടെ വിശ്രമിക്കുകയാണ്. 19-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്: അപ്പോൾ ഒരു ഭൃത്യൻ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, നമുക്കെതിരായിട്ട് എൻഗദി എന്ന ഹസോൻ തമാറിൽ മരുഭൂമിയിൽ അമോന്യരും മോവാബ്യരും മെയ്യൂന്യരും നമുക്കെതിരെ യുദ്ധത്തിനായി വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ യഹോശഫാത്ത് ഭയപ്പെട്ടു. പെട്ടെന്ന് ദൈവാലോചനയ്ക്ക് വേണ്ടി താൻ പ്രവാചകനെ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശവും താല്പര്യവും അദ്ദേഹത്തിന്റെ ആലോചന അനുസരിച്ച് ദൈവത്തിന്റെ ദാസൻ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. സകല യഹൂദ നഗരങ്ങളിലും യഹൂദ ജനങ്ങളിലും സന്ദേശങ്ങൾ എത്തിച്ചു. അവരെല്ലാവരും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ മുഴക്കാലുകൾ മടക്കി. അപ്പോൾ പ്രവാചകന്റെ വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടും യഹൂദ രാജാവായിരിക്കുന്ന യഹോശഫാത്ത് തന്റെ സകല അധികാരങ്ങളെയും തന്റെ ചെങ്കോലും കിരീടവും ഒക്കെ താത്തുവെച്ചിട്ട് താൻ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി. എന്താണ് അത്ര താല്പര്യത്തോടെ കടന്നു വരാൻ കാരണം? 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, യഹോവേ, നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശത്തിൽ നിന്നും ഞങ്ങളെ നീക്കിക്കളയാൻ വേണ്ടി അവർ വരികയാണ്. അപ്പോൾ നീ തന്നിരിക്കുന്ന അവകാശങ്ങൾ, വസ്തു, കുടുംബം, മക്കൾ, ഭാര്യ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകല നന്മകളിൽ നിന്നും ഞങ്ങളെ ഇല്ലാതാക്കാൻ, തകർത്ത് കളയാൻ, എടുത്തു കളയാൻ, ഉന്മൂലനാശം വരുത്തുവാൻ വേണ്ടി കടന്നു വന്നതായിരിക്കുന്ന സമൂഹത്തെ കണ്ടുകൊണ്ട് യഹോശഫാത്ത് ഭയപ്പെട്ട യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുമടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തന്റെ രാജ്യത്തിന് വേണ്ടി, തന്റെ ജനങ്ങൾക്ക് വേണ്ടി, അതിലൊന്നും നഷ്ടപ്പെട്ടു പോകാതെ, ഒന്നും ഇല്ലാതെ പോകാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ കരയുന്ന യഹോശഫാത്ത് അദ്ദേഹത്തെ ദേവാലയത്തിൽ വന്ന സകല ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ പിതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും
വേദനകളും പട്ടിണിയും പൈതാകവും ഒക്കെ കടന്നു വന്ന വേളകളിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് യഹോവ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ വിടുവിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഇന്ന് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹോവശഫാത്ത് വരുന്നത്. അപ്പോഴാണ് പ്രവാചകൻ എഴുന്നേറ്റ്, നീ പടയിൽ പൊരുതണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി പൊരുതും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ്, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, എന്റെ വാക്കുകളെ കേൾപ്പീൻ, നിങ്ങൾ ധൈര്യത്തോടിരിപ്പീൻ, വിശ്വാസത്തിലിരിപ്പീൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രകളിൽ അനേക പ്രതികൂലങ്ങൾ വരാം. പോരാട്ടങ്ങൾ, എതിർപ്പുകൾ, എതിരാളികൾ, നമ്മുടെ സ്ഥാനമാനങ്ങളെ തകർക്കുന്ന, അപവാദങ്ങൾ ഉണ്ടാക്കുന്ന, ബിസിനസ്സുകൾക്കെതിരായിട്ട്, ജോലിക്കെതിരായിട്ട്, പ്രൊമോഷനെതിരായിട്ട്, ആരോഗ്യത്തിനെതിരായിട്ട് പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ഇതുപോലുള്ളതായിരിക്കുന്ന ആളുകൾ ശക്തമായിട്ട് എഴുന്നേൽക്കാം. ഇന്ന് ഈ 3 ശക്തികളെ ഈ ലോകത്തിന്റെ ശക്തിയായിട്ട് നമുക്ക് കാണാം. അമോന്യരും, മോവാബ്യരും, മെയൂന്യരും ഈ ലോകത്തിന്റെ ശക്തിയാണ്. യഹൂദ എന്ന വാക്ക് ദൈവത്തെ സ്തുതിക്കുക എന്നാണ്. ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്കുമെതിരെ ശക്തമായ പോരാട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് യഹോശാഫാത്ത് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ അവര് തയ്യാറെടുത്തത്, ഒരുങ്ങിയത്. അവിടെ നിന്നുകൊണ്ട് ധൈര്യത്തോടെ യഹോവയിൽ ആശ്രയിച്ചു, വിശ്വസിച്ചു. പടയിൽ പൊരുതണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും. നാളെ ഈ നേരത്ത് അവർക്കെതിരെ നിങ്ങൾ ചെല്ലുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, നിങ്ങൾ പാടി ആരാധിക്കുമ്പോൾ, നിങ്ങൾ പാട്ടുപാടി ആരാധിക്കുമ്പോൾ അവിടെ വലിയ ഒരു വിടുതൽ നടക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കപ്പെട്ടതായ ദൈവകൃപ, അവർക്ക് ലഭിക്കപ്പെട്ടതായ അനുഗ്രഹങ്ങൾ, അവർക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ തീഷ്ണതകൾ, അവർക്ക് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, അത് കളയാതെ, അത് പരിപോഷിപ്പിച്ചുകൊണ്ട്, അതിനെ വിശദീകരിച്ചുകൊണ്ട്, പ്രാർത്ഥനയുടെ മാഹാത്മ്യത്തെയും അതിൻ്റെ മധുരകരമായ അവസ്ഥകളെയും മനസ്സിലാക്കി പ്രാർത്ഥനയോടെ കടന്നു വരിക എന്നുള്ളതാണ്. ഇവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരെയും മോവാബ്യരെയും സെയിൻ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി, അങ്ങനെ അവർ തോറ്റുപോയി. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ പ്രകാരം ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ പാടി സ്തുതിച്ചപ്പോൾ, അവരുടെ ഉപവാസത്തിൽ, അവരുടെ ധ്യാനത്തിൽ, യഹോവയോടുള്ള അവരുടെ സങ്കടകരമായ യാചനകളിൽ ദൈവം പ്രാർത്ഥന കേട്ടു. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പാടി സ്തുതിച്ചോ, ദൈവം തന്ന കൃപയാണ്. അവർ പാടി സ്തുതിച്ചപ്പോൾ അവർക്കെതിരെ വന്ന ആ ശക്തികൾക്കെതിരെ പതിയിരിപ്പുകാരെ വരുത്തി തമ്മിലടിച്ച് അവർ തോറ്റുപോയി. അതെ, പ്രാർത്ഥിക്കുന്നവർ ജയിക്കുകയും എതിർക്കുന്നവർ തോൽക്കുകയും ചെയ്യും. അത് അനുഭവത്തിലൂടെ അറിഞ്ഞവർക്ക് സ്തോത്രം. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. അതുകൊണ്ട് അവർ കൂടുതൽ ശക്തരും കൂടുതൽ വിശ്വാസമുള്ളവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരും ആത്മാവിൽ നിറവോടുകൂടെ പ്രാർത്ഥിക്കുന്നവരുമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് താഴോട്ട് വായിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അവരുടെ ദേശം സ്വസ്ഥം ആയിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ തളരാതെ ഓരോ ദിനവും പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. അതിനായിട്ട് ശക്തീകരിക്കാം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് തളർന്നു പോകരുത്, ഉറച്ചു നിൽപ്പീൻ, ക്ഷീണിച്ചു പോകരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വഴികളെ തുറന്നിട്ടുണ്ട്. ഭവനത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിതത്തിന്റെ വിവിധ മേഖലകളെ തുറന്നു തന്ന ദൈവം ഇനിയും തുറന്നു തരുവാൻ ശക്തനായി കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സുക്രിസ്ത പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാരെയും മാതാക്കളെയും, രോഗികളായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരെ ഭവനങ്ങളിലുണ്ട്. കിടപ്പ് രോഗിയുണ്ട്, ഇരിപ്പ് രോഗിയുണ്ട്, നടപ്പ് രോഗികളുണ്ട്, വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ ദൈവം ആശ്വസിപ്പിക്കണമേ.
കർത്താവേ, ഈ ദിവസങ്ങളിലായി ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർ അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലയിൽ, യൂറോപ്യൻ രാജ്യത്ത്, അമേരിക്കൻ നാടുകളിലൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ കുടുംബമായി താമസിക്കുന്നവരുണ്ട്. അതോടൊപ്പം ബിസിനസ് ചെയ്യുന്നവരുണ്ട്. കർത്താവെ, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. വീട് വിട്ട് നാട് വിട്ട് കർത്താവെ ജോലി തേടി കടന്നു പോയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് കാക്കുമാറാകണം. അവരുടെ ആരോഗ്യവും സൗഖ്യവും കാലാവസ്ഥ പ്രകൃതി എല്ലാം അനുഗ്രഹിച്ചവരെ നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ഭാരത്തിലും പ്രയാസത്തിലും നിരാശയിലും സങ്കടത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് അനേക പ്രിയപ്പെട്ടവരുണ്ട്. യഹോശാഫാത്ത് ഭയപ്പെട്ടതുപോലെ എതിരെ ശക്തികൾ കടന്നു വന്നപ്പോൾ നിരാശപ്പെട്ടതുപോലെ നിരാശപ്പെടുന്ന അനേകരുടെ മധ്യത്തിൽ ദൈവം വഴി തുറന്ന് അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം ജീവിതത്തിൽ നിന്നും കാണുവാൻ തക്കവണ്ണം ദൈവം ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വീഡിയോ കണ്ടതിന് ശേഷം താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് പരിചയക്കാർക്കുമൊക്കെ ഇത് ഷെയർ ചെയ്യാനായിട്ട് കഴിയും, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയും. അനേക പ്രിയപ്പെട്ടവർക്കൊരു അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ ഇടയാകട്ടെ.